സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ ടെറസ് ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അതിനാണ് ഈ വീഡിയോ ഇടുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ടെറസ് കിടക്കുന്നത്. പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇവിടെയെല്ലാം വളരെ സസ്യശ്യാമള കോമളമായി കിടന്നിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെയൊന്നും ഒന്നുമില്ല. ഇവിടെ ഏതാനും ചെടികളുണ്ട്. പിന്നെ നമ്മളെ എയർപോർട്ടിൽ വെച്ചിരിക്കുന്ന ചാമ്പ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കുറേ കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾ ഊഹിച്ച് കാണും, ഞങ്ങൾ വീടൊന്ന് പെയിൻറ്റ് ചെയ്യുകയാണ്. അതിനു വേണ്ടി ചെടികളെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി. എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറേയൊക്കെ ഉണ്ട്. പക്ഷേ കുറേ ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് പ്ലാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായാലും ടെറസ് കൃഷി തിരിച്ചു കൊണ്ടുവരും. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ആദ്യമായി നമുക്കൊരു ലീക്കോ പ്രൂഫ് കോമ്പൗണ്ട് ഇടാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ടെറസിൽ ഫുള്ള് ലീക്ക് പ്രൂഫ് ചെയ്യും. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഗ്രൗട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ലീക്ക് പ്രൂഫ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് മേശരി പറഞ്ഞു. അതുകൊണ്ട് ടെറസിൽ ലീക്ക് പ്രൂഫ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ചെടികളിങ്ങനെ താഴെ തന്നെയാണ് വെച്ചിരുന്നത്. അതൊക്കെ ഒന്ന് മാറ്റി ഇതിനു വേണ്ടി ചില സ്റ്റാൻഡുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. നമ്മളുടെ സ്റ്റോറേജ് സ്പേസിൽ ഇപ്പോൾ പെയിൻറ്റർമാർ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇതിനൊന്നും വളമൊന്നും ഇടുന്നില്ല. റെഗുലറായിട്ട് ഏകദേശം ഒരു മാസമായി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി ചെയ്യുമ്പോൾ ഒന്നുകൂടെ എല്ലാം റീപോർട്ട് ചെയ്യേണ്ടി വരും. ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്ത് റീപോർട്ട് ചെയ്യേണ്ടി വരും. അതിൻ്റെയൊക്കെ വീഡിയോകൾ ഉടൻ വരുന്നതായിരിക്കും. നമുക്ക് ഈ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ഷെഡുണ്ടായിരുന്നു കാറിടാൻ വേണ്ടി. ഇപ്പോൾ അത് പൊളിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ PVC ഷീറ്റെല്ലാം പോയി. അതുകൊണ്ട് അത് മാറ്റി ഒരു GI ഷീറ്റ് ഇട്ട് വേറൊരു ഷെഡ് വയ്ക്കാം എന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ ട്രസ് വർക്കും പുതിയതായിട്ട് ചെയ്യണം. അപ്പോൾ ആ കമ്പികളെല്ലാം അറുത്ത് മാറ്റിയിരിക്കുകയാണ്. അതുപയോഗിച്ച് നമ്മൾ ചെടി വയ്ക്കാൻ ഇവിടെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ പെയിൻറ്റ് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് കയറ്റണം. കുറച്ചുകൂടെയൊക്കെ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. പെയിൻറ്റിങ്ങിന് പുറമെ ഇലക്ട്രിക്കൽ വർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറേ പ്ലംബിംഗ് വർക്ക്, സെപ്റ്റിക് ടാങ്കിൻ്റെ വർക്ക്, അങ്ങനെ ഇവിടെ എല്ലാം ധാരാളം പണികൾ കഴിഞ്ഞ ഒരു മാസമായി നടക്കുകയാണ്. ചുറ്റുപാടെല്ലാം അലങ്കോലമായി കിടക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അത് വൃത്തിയാക്കുവാൻ. ഇതാണ് വീട്ടിനകത്തെ അവസ്ഥ. ഹാൾ എന്ന് പെയിൻറ്റ് ചെയ്തു. അതുകൊണ്ട് സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. പല മുറികളിലാക്കി ഒതുക്കിയിട്ടിരിക്കുകയാണ്. കിച്ചൻ്റെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മുകളിൽ നേരത്തെ തന്നെ പെയിൻറ്റിങ് കഴിഞ്ഞതിനാൽ നമ്മളെ താമസം ഇപ്പോൾ മുകളിലാണ്. അങ്ങനെ പണികൾ നടക്കുന്നു. ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ടെറസ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യും. പൂർവാധികം ഭംഗിയായി ടെറസ് ഗാർഡനെ തിരിച്ചു കൊണ്ടുവരും.